guys, welcome back. I didn't choose to lead. Leadership chose me. Mad Out 2 ബിഗ് സിറ്റി ഓൺലൈൻ്റെ പാർട്ട് 2 ആണിത്. പക്ഷെ ഇന്ന് അതല്ല കളിക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രീ ഫയർ ആണ്. ഇത്ര നേരം എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവനും കൂടെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അവൻ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അതുവരെ നമ്മുടെ മെയിൻ പണിയായ ഇതിൽ പോയിട്ട് ക്രിയേറ്റിൽ പോയിട്ട് കളിച്ച് നോക്കാം. നമുക്ക് പുതിയ കളിയൊക്കെ ഇതിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ. ഇതെല്ലാം നല്ല കാര്യമാണ്. അവിടെ സ്റ്റാർട്ട് കൊടുത്തിട്ട് കാണുന്നില്ല. അപ്പം നമുക്ക് വേറെ വല്ല കളിക്കാൻ ഗൈസ്. ഇതൊന്നും കളിക്കാൻ പറ്റുന്നില്ല. എന്നാ ഒരു പണിയുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ ഗൈസ്, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നോട് കുഴപ്പമുണ്ട് ഇനി. ഓക്കെ ഗൈസ്, കളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറന്നു പോയതാണ് ഞാൻ പറയാൻ. എന്നിട്ട് ഇൻ്റർനെറ്റ് കൊണ്ടിരുന്നപ്പം ഫ്രീ ഫയറിൻ്റെ കാര്യം അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ മറന്നുപോയി. അപ്പോൾ പുതിയതായിട്ട് ലൈക്ക് സബ്സ്ക്രൈബും നമുക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിനും യൂട്യൂബ് ചാനലുണ്ട്. അവൻ്റെ ചാനലിൻ്റെ പേര് ബെസ്സിമിലേറ്റർ 2.0. കുറച്ച് പേര് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെക്കാളും കൂടുതൽ സബ്സ്ക്രൈബ് അവന് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം. ഇത് ഏത് ചെയ്യുന്നത്? എടാ, ഈ സ്നൈപ്പറിൻ്റെ കളി അല്ലല്ലോ ഞാൻ എടുക്കുന്നത്. ഇനി കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കുള്ള കളി നമുക്കിനി പണി തുടങ്ങാം. അയ്യോ ഗോയ്സ്, പണി തുടങ്ങി. ഇങ്ങനല്ലല്ലോ എൻ്റെ കയ്യിൽ ട്രിക്ക് ഉണ്ട് ഗൈസ്. അത് കയറുക. ഓക്കെ, ഇവിടെ ഇരുന്ന്. അയ്യോ ആരത്? ഓക്കെ, ഇന്ത്യയുടെ അമ്മമാര് കാണിച്ചു കൊടുക്കൂല. ഞാൻ എല്ലാത്തിൻ്റെ പണി നോക്കട്ടെ. ഇവന്മാര് കാണാൻ പറ്റുന്നില്ല ഇവിടെ നിന്നിട്ട്. അത് ആകെയുള്ള ഒരു കുഴപ്പം. അല്ല, ആകെയുള്ളൊരു കുഴപ്പം. മോരെ എവിടെയാണ് നിൽക്കുന്നത്? ഹെഡ്ഷോട്ട്. ഫസ്റ്റ് കില്ലാണത്. അതായിട്ട് അയ്യോ 16 HP. ഒരു അടി കിട്ടിയാൽ ചാവും ഞാൻ. അത്രേ ഉള്ളൂ. ഒരടിന്നല്ല, ഗണ്ണ് പിന്നെ അതിൻ്റെ ബുള്ളറ്റ് സൈഡിൽ കൂടെ പോയാൽ ചാമാരി ലൈഫ് ആയിരുന്നു കേട്ടോ. അവിടെയൊക്കെ കുറെ പെണ്ണുങ്ങൾക്കുണ്ട്. ഓക്കെ ഓക്കെ, നീ എങ്ങനെ ഇവിടെ എത്തി? എൻ്റെ അവൻ ടെലിപ്പോർട്ട് ചെയ്തെത്തി. ഹാക്കറാണോ? ഹാക്കറാന്ന് തോന്നുന്നു. ഞാൻ ഈ സ്കോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടാ. അത് പഠിക്കണം. ഹെഡ്ഷോട്ട്. ഇവനൊക്കെ എവിടെ നിന്നാണ് തന്നെ? ആ ഗേറ്റ് ഓപ്പൺ പോലും ആയിട്ടില്ല. അറിയില്ല അവനെങ്ങനെയാണോ. ഓക്കെ, ചത്ത്. നീ ഗൈസ്, ഇവൻ ഹാക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ കണ്ട്. അയ്യോ അയ്യോ, അതാ പറഞ്ഞ അതിൻ്റെ ബുള്ളറ്റ് ഒന്ന് സൈഡിൽ കൂടെ പോയാൽ മതി. ഞാൻ ചത്തു. അതന്നെ ചത്തിയ. പോരട്ടെ, എങ്ങനെ പോരട്ടെ. 300 ഡാമേജ് ഞാൻ കൊടുക്കുന്ന കേട്ടോ.
പ്രോ പ്ലെയർ ആണ്. മാസ്റ്റർ അടിച്ചെന്നൊക്കെയാ കാണിക്കുന്നത്. മാസ്റ്റർ അടിച്ച് ഇൻവെസ്റ്റിഗേഷൻ കളിച്ച സീനാണ്. നല്ല ലുക്കുണ്ട് കേട്ടോ. പിന്നെ ഓൾഡ് സ്റ്റൈലാണ്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഇപ്പൊ കണ്ടേനോ നമ്മളെ കണ്ടിട്ടുണ്ട് ഗൈസ്. ചത്ത അയ്യോ ഞാൻ പ്രോ പ്ലെയർ ലെജൻഡറി എന്നൊക്കെ കാണിക്കുന്നത്. അയ്യോ കൊണ്ടില്ല. അയ്യോ ഇവൻ സൈഡിൽ നിന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒന്നും ചോദിച്ചത് അറിയത്തില്ല. അതുകൊണ്ടാണേ ഹാക്കറാണ് പോലെ വാളിന്റെ അകത്തൂടെ കടിക്കുന്നു. ഹാക്കാന്ന് തോന്നട്ടോ. വാളിന്റെ ഉള്ളിൽ കൂടെ അടിക്കും. ഉയ്യോ ഞാൻ കണ്ടില്ല നേരെ വേണ്ട. എനിക്ക് കാണാൻ വേണ്ടി അവനെ കണ്ടു കഴിയണ്ടേ. എന്താഴ്ചടി നമുക്കെന്നെ നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് വായിക്കണം വെച്ചോട്ടെ. സുഭാഷ് കുഴിയിൽ വീണു. അഴത്തേ ഉണ്ടാ. ഓ കേട്ടോ. വേറാറും മോണേ ഓ മോണ്ടപ്പണി അവിടെ കടന്ന് തിരിയലാണ്. അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് കയറുന്നു. ഓ അടുക്കുട്ടി. അയ്യോ ഇതെന്താണ് ഇങ്ങനെ അടിക്കുന്നേ? അവനെ ആരോണ്ട് വേറെ ആരോ കൊന്നു. എന്നുവെച്ചാൽ ഞാൻ പണ്ട് ചെയ്തോണ്ടിരുന്ന ട്രിക്കാണ്. ഇങ്ങനെ കിടക്കും ഇവിടെ വന്നിട്ട് ഓരോ എനിമി ചെയ്യുമ്പോ ഇങ്ങനെ ഓടി വരുമ്പോ ഇല്ല വന്നിട്ട് ദൈവം നിൽക്കുന്നുണ്ട. അപ്പൊ പെട്ടെന്ന് അടിക്കും. ട്രിക്ക് ഉപയോഗിക്കണം ഗൈസ്. അതാണ് ബുദ്ധി വേണം. അന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിയൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വിക്ടറി. ഹായ് മോനു. സുഖം ടീമാവോ എന്നെ കൂടെ? മാർക്ക് ടീമേറ്റാ അതെന്നാ ടീമേറ്റ് ആവാനാ ഇഷ്ടം. ടീമാവാനല്ലേ എന്നിട്ട് ഇതൊന്ന് കളിച്ചു നോക്കണേ. പുതിയ എന്ത് കളിയുണ്ടോ അതൊക്കെ ഞാൻ കളിച്ചു നോക്കും. അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഉദ്ഘാടനം എന്നിട്ട് നമ്മൾ കളിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഗൈസ്.
നിങ്ങളോട് പിന്നെ എപ്പോഴും ഞാൻ പറയണ കാര്യം Free Fire India is set in a കമന്റ് virtual ചെയ്യാൻ world. ആരും ചെയ്യാറില്ല പതിവായിട്ട്, അങ്ങനെ ഞാൻ കാണാറുമില്ല. ആകെ എൻ്റെ ഒരു ഷോർട്സിന് മാത്രം ആരാണ്ട് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഒരു ഇതിനും കമന്റ് ചെയ്തിട്ടില്ല ഒരാളും. എടാ ഇതെന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? റിമൈനിങ് 6 അൺലോക്ക്. എൻ്റെ പൊന്നെ, അയ്യോ ഇതെന്നാണ്? ഓക്കെ, അയ്യോ ഗയ്സ്, ഇതിൻ്റെ അകത്ത് എന്നീസ് ഉണ്ട് ഗയ്സ്. അപ്പൊ പിന്നെ മറ്റവൻ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഇതിൻ്റെ മേളിൽ കയറി അകത്തോട്ട് ചാടാൻ പറ്റും ഇതിൻ്റെ അകത്ത്. അയ്യോ ഇതാണ് എൻ്റെ സ്ഥലം. ഇത് ശരിയാ, ഇത് ഇവന്റെ സ്ഥലമാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയി കിടന്ന് പണി കളിക്കുന്നത്. നമുക്ക് എന്നാ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള എൻട്രൻസ് തോന്നിട്ടുണ്ട് അവിടെ, എന്നുവെച്ചാൽ മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസ്. ഗ്ലൂ ആണല്ലേ, എനിക്കത് വേണമെന്നുണ്ടായിരുന്നു. അയ്യോ ഇവര് കണ്ടാണല്ലോ പ്രശ്നം. എന്നിട്ട് നമ്മൾ കയറി റഷ് ചെയ്തടിക്കുന്നു. എന്നിട്ട് കുഴപ്പം റഷ് ചെയ്യട്ടെ. എന്റെ പൊന്ന്, L4 മാപ്പിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് തുറക്കുമ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ജയിക്കും. അതുപോലെ ഡിഫീറ്റ് ഞാൻ ചെയ്തിട്ട് ഫ്രീ വ്യൂ കൊള്ളാലോ മരന്തി. ഓ ദൈവം എന്നെ നമ്മൾ കുട്ടുമോൻ. ഓക്കെ, ഇവിടെയാണ് ജയിക്കുന്നത്. വാവ്, ഓ ഇതാണ് ഈ സ്ഥലം. എൻ്റെ പൊന്ന്, ഇവിടെ വന്നാൽ ജയിക്കും കേട്ടോ. ആരേലും ഇവിടെ വന്നുണ്ടോടാ? ആരും വന്നില്ല. നമ്മളിതിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. മാഡ് ഔട്ട് 2 ബിഗ് സിറ്റി ഓൺലൈൻ. ഇന്ന് ഇതിൻ്റെ കൂടെ വെറൈറ്റിക്ക് ഒരു ഫ്രീ ഫയർ കളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ഞാൻ 21 ലക്ഷം സബ്സ്ക്രൈബ് എത്തിയിരിക്കുന്നില്ല. അതിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത് അതെനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.